ദൈവത്തിൻ പരിശുദ്ധാത്മാ എന്നിൽ വാസം ചെയ്യുകയാ. ക്ലേശമെന്തിനവനെന്നെ ഭദ്രമായി കാത്തിടും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം കണ്ടത് അനുഗ്രഹിക്കപ്പെട്ട ഇയ്യോബിന്റെ കുടുംബത്തിന് അലങ്കാരമായി അനുഗ്രഹിക്കപ്പെട്ട 10 മക്കൾ. ഇതാരും ആഗ്രഹിച്ചു പോകുമല്ലേ? ഇതെങ്ങനെ നമുക്ക് ലഭിക്കും? വിവാഹം, കുടുംബജീവിതം, പേരന്റിങ്, ഇങ്ങനെ ഒരുപാട് വിഷയത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ശരിയായ അറിവില്ല. മെയിൽ ഫീമെയിൽ സൈക്കോളജി, ഫിസിയോളജി ഇതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ചോദിക്കും, പണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നമ്മുടെ മാതാപിതാക്കൾ വിവാഹിതരായത്? അല്ല, ഒന്നും അറിയാത്ത ചെറുപ്രായത്തിലായിരുന്നു അവരുടെയൊക്കെ വിവാഹം. അന്ന് കല്യാണം കഴിച്ചു വിട്ടാൽ പിന്നെ അവരെ അതിൽ നിന്ന് അകറ്റുന്ന, തെറ്റിക്കുന്ന ബാഹ്യശക്തികൾ കുറവായിരുന്നു. ലിവിങ് ടുഗദർ, ഡൈവോഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിയമം മൂലം ഇന്ന് അനുവദിച്ചിരിക്കുകയാണ്. കുടുംബം എന്ന ചിന്ത തന്നെ ഒരു ബന്ധനമാണ്, കൺഫൈൻമെന്റ് ആണ്. ആരുടെ കൂടെയും ജീവിക്കാം, സ്വാതന്ത്ര്യമാണ് മനുഷ്യന് വേണ്ടത്. ആയുഷ്കാലം മുഴുവൻ ഒരാളിന്റെ കൂടെ ജീവിക്കേണ്ടതില്ല. ഇങ്ങനെ കുഞ്ഞിലേ മുതൽ ചെവിയിലും മനസ്സിലും ചുറ്റുപാടിൽ നിന്ന് ഇതൊക്കെ തുളച്ചു കയറുകയാണ്. വേണ്ടതറിയില്ല, പക്ഷെ വേണ്ടാത്തത്, കേൾക്കരുതാത്തത്, കാണരുതാത്തത് എല്ലാം അവരുടെ ഹൃദയത്തിൽ ഉറച്ചു കഴിയുന്നു. ഇവിടെയൊക്കെ ആണെങ്കിൽ അപ്പന്റെ അമ്മയുടെയും കല്യാണത്തിന് മക്കൾ ബൊക്ക കൊടുക്കുന്നു. ശമരിയക്കാരിയോട് പറഞ്ഞതുപോലെ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന അവസ്ഥയും കാണാം. എന്തിനാ? ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റികളിൽ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥർക്കിടയിൽ ലിവിങ് ടുഗദർ, ഡൈവോഴ്സ്, പിന്നെ ചിലർക്ക് വിവാഹമേ വേണ്ട. ഇങ്ങനെ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. ഉയർന്ന പഠിത്തം, വലിയ ശമ്പളം, ദൈവമില്ല. ഇതിനിടയിൽ ദൈവവുമായുള്ള ബന്ധം നാരായ വേരും ശരിയായ എഡ്യൂക്കേഷൻ ചിറകുകളായും ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ശരിയായ ദിശയിൽ പറന്നുയരാൻ പറ്റൂ. വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവം കുടുംബത്തെ എന്തിന് സ്ഥാപിച്ചു? ദൈവത്തിന്റെ സ്വപ്നം, പ്രതീക്ഷ എന്ത്? പുരുഷന്റെയും സ്ത്രീയുടെയും റോൾ എന്ത്? കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രാധാന്യം, പേരന്റിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായി പഠിപ്പിക്കാൻ കഴിവുള്ളവർ ക്ലാസ്സുകൾ എടുക്കണം. സമുദ്രം പോലെ വലിയ വലിയ വിഷയങ്ങളാണ്. തീത്തോസ് 2:4 ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കാം. മുതിർന്ന സഹോദരിമാർക്ക് ഇളയവരെ പ്രായോഗിക കുടുംബജീവിതത്തിൽ വേണ്ട അവബോധം നൽകേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം അത് ചെയ്യണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറേ വർഷങ്ങളായി 10ാം ക്ലാസ്സിലേതും +2ലെയും എൻട്രൻസിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ ആദ്യ റാങ്കുകളെല്ലാം മുസ്ലിം കുട്ടികൾക്കാണ്. അവർ ബുദ്ധിയിലും ഭക്തിയിലും മുന്നിലാണ്. എന്താണ് കാരണം? ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യം അമ്മയെ കാണിക്കുന്ന നിമിഷം നമ്മളൊക്കെ എന്താ ചെയ്യുന്നേ? ചിലർ സ്തോത്രം പറഞ്ഞു മേടിക്കും, ചിലർ പ്രൈസ്തലോട് പറയുമായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്തോ ചിലർ പ്രാർത്ഥനയോടെ കുഞ്ഞുങ്ങളെ കൈകളിൽ വാങ്ങും. എല്ലാവരുടെയും അനുഭവം ഒന്ന് ഓർത്തെടുക്കുക. എന്തുമാകട്ടെ, മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നോ? അമ്മയോ വലിയമ്മയോ ആരുമാകട്ടെ കുഞ്ഞിനെ കയ്യിലോട്ട് വാങ്ങുന്നവർ കുഞ്ഞിനെ ആദ്യം തൊടുന്നതിന് മുമ്പ് ഇൻ ദ നെയിം ഓഫ് ഓൾമൈറ്റി ഗോഡ് അല്ലാ ഐ റിസീവ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ ആദ്യം കയ്യിലോട്ട് വാങ്ങുന്നത്. എന്നിട്ട് ആദ്യം ഉമ്മ കൊടുക്കും. എന്നിട്ട് കുഞ്ഞിന്റെ ഇരുചെവിയിലും മന്ത്രിക്കും, അല്ലാ അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ പ്രവാചകനും. ഇതിന്റെ എഫക്റ്റ് എന്താണെന്നോ? കുഞ്ഞിന്റെ മനസ്സും ബ്രെയിനും ഒരു ബ്ലാങ്ക് സ്ക്രീനായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതിൽ ആദ്യം രേഖപ്പെടുത്തുന്നത്, കുഞ്ഞാദ്യം കേൾക്കുന്നത് അല്ലാ ദൈവം, മുഹമ്മദ് നബി പ്രവാചകൻ എന്നതാണ്. ഇതിനുശേഷം മാത്രമേ അമ്മ തൊടുകയോ ഉമ്മ കൊടുക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്യൂ. അതവനെ ആയുഷ്കാലം സ്വാധീനിച്ചിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഉദരത്തിലുള്ള കുഞ്ഞിന് പുറത്തെ ശബ്ദ തരംഗങ്ങൾ 60 ഡെസിബൽ വരെ റിസീവ് ചെയ്യാം എന്നും അമ്മ എന്ത് കാണുന്നു കേൾക്കുന്നു എന്നത് കുഞ്ഞിനെ സ്വാധീനിക്കുന്നു എന്നതും ഇന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. യഹൂദ പെൺകുട്ടികൾ
പ്രഗ്നന്റ് ആയാൽ സങ്കീർത്തനം നിരന്തരം ഉരുവിടുമത്രേ. അങ്ങനെയാണ് അവർ ഒരുങ്ങുന്നത്. നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിലേക്ക് വാങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ നാമം പറയണം, ഇൻ ദ നെയിം ഓഫ് ഓൾമൈറ്റി ഗോഡ് ഐ റിസീവ് ദിസ് ചൈൽഡ്. എന്നിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ നാമം പറയണം, ഗോഡ് ഈസ് യുവർ ഫാദർ, ജീസസ് ഈസ് യുവർ സേവിയർ, ഹോളി സ്പിരിറ്റ് ഈസ് യുവർ ഹെൽപ്പർ. ദൈവം പിതാവായും യേശു രക്ഷകനായും പരിശുദ്ധാത്മാവ് സഹായകനായും ആ കുഞ്ഞ് വളർന്നു വരട്ടെ. ഈ വാക്കുകൾ അവന്റെ പ്ലെയിൻ മെമ്മറിയിൽ ആലേഖനം ചെയ്യപ്പെടും. അതവനെ അല്ലെങ്കിൽ അവളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുക. ഇത് മാതാപിതാക്കൾക്കും ഒരു റിമൈൻഡറാണ്, കുഞ്ഞ് ദൈവത്തിന്റെ ദാനമാണ് എന്ന്. നമ്മുടെ പ്രയത്നം, അധ്വാനം, സമ്പാദനം ഒന്നുമല്ല കുഞ്ഞിന്റെ ഭാവി നിർണയിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മുടെ അവസരം കഴിഞ്ഞു എന്നായിരിക്കും പലരും ചിന്തിക്കുക, അല്ലേ? ഇത് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. വിശ്വാസികൾ മാത്രമല്ല, അല്ലാത്ത ക്രിസ്ത്യൻ പെൺകുട്ടികളോടും നാം ഇത് പറഞ്ഞു കൊടുക്കണം. ഇനി നേഴ്സുമാർ, ഡോക്ടർമാർ, അവരുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രഗ്നന്റ് ക്രിസ്ത്യൻ ഗേൾസിനെയും ഇത് പഠിപ്പിക്കണം. നേഴ്സുമാർക്ക് ഒരവസരം കൂടിയുണ്ട്. ഏത് കുഞ്ഞിനെ കയ്യിലെടുത്താലും അമ്മയുടെ കയ്യിലോ മറ്റോ കൊടുക്കുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ ചെവിയിൽ ഇത് മന്ത്രിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം അവന്റെ ബ്രെയിനിൽ എഴുതപ്പെടട്ടെ. വിശ്വാസികളായ ടീച്ചർമാരും മുതിർന്ന പെൺകുട്ടികൾക്ക് ഈ വിധത്തിൽ അവബോധം കൊടുക്കാം. വിശ്വാസത്തോടുകൂടിയ നമ്മുടെ വാക്കുകൾ ശക്തമാണ്. വാക്കുകൾ നശിക്കുന്നില്ല. അവിടെ തുടങ്ങട്ടെ നമ്മുടെ കുഞ്ഞിന്റെ ജീവിതം. ദൈവം പിതാവായി, യേശു രക്ഷകനായി, പരിശുദ്ധാത്മാവ് സഹായകനായി ആ കുഞ്ഞ് ഭക്തിയിലും ബുദ്ധിയിലും വളർന്നു വരട്ടെ. അടുത്ത തലമുറ ദൈവമുള്ളവരാകട്ടെ. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. പിന്നീട് ചെയ്യേണ്ടതും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആവർത്തനം 6:6. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീടിന്റെ കട്ടിളകളിന്മേലും പടിവാരലിന്മേലും എഴുതണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ കഴിയൂ. ഇങ്ങനെ വചനത്തിൽ കുതിർത്തു വേണം നാം മക്കളെ വളർത്താൻ. ഏതിലൊക്കെയാണ് നാം മക്കളെ മുക്കിയെടുക്കുന്നത്? എന്താണ് ഉള്ളിലേക്ക് പകരുന്നത്? നാം തന്നെ ചിന്തിക്കുക. വളരെ മനഃപൂർവ്വം, അതീവ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ദൈവഭയത്തിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ ശരണപ്പെട്ട് നമ്മുടെ തലമുറയെ വാർത്തെടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.